അസ്സലാമു അലൈക്കും. സ്വർഗം അത് സത്യവിശ്വാസികളുടെ പാർപ്പിടമാണ്. അത് വെള്ളിയും സ്വർണവും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അതിലെ ചുണ്ണാമ്പുകല്ല് കസ്തൂരിയാണ്. ചരലുകൾ മുത്തും പവിഴവുമാണ്. മണ്ണ് കുങ്കുമവും. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. അതിലൊന്നിന്റെ വീതി 3 ദിവസത്തെ യാത്രാദൂരമാണ്. എന്നാലും അതിൽ തിരക്ക് നിറഞ്ഞിരിക്കും. അതിൽ 100 പദവികളുണ്ട്. ഓരോ പദവികൾക്കിടയിലുമുള്ള വ്യത്യാസം ആകാശഭൂമികൾക്കിടയിലുള്ളതിന് സമാനമായിരിക്കും. അതിലേറ്റവും ഉന്നതമായത് ഫിർദൗസാണ്. അവിടെ നിന്നാണ് സ്വർഗത്തിലെ നദികൾ ഒഴുകുന്നത്. അതിന്റെ മീതെയാണ് അള്ളാഹുവിന്റെ അർശുള്ളത്, അള്ളാഹുവിന്റെ സിംഹാസനമുള്ളത്. തേൻ, പാൽ, മദ്യം, ജലം എന്നീ ഇനം നദികൾ അതിലുണ്ട്. കുഴികളില്ലാതെ ഒഴുകുന്ന ആ നദികളെ സത്യവിശ്വാസിക്ക് ഉദ്ദേശിക്കും വിധം എങ്ങോട്ടും ഒഴുക്കാൻ സാധിക്കും. അതിലെ ഫലങ്ങൾ നിത്യവും ഉണ്ടായിരിക്കുന്നതും അടുത്തതുമായിരിക്കും. അതിൽ മുത്തിന്റെ ടെന്റുണ്ട്. അതിന്റെ ഉൾഭാഗം 60 മൈൽ വീതിയുള്ളതുമാണ്. അതിന്റെ എല്ലാ കോണുകളിലും അവന് കുടുംബമുണ്ടായിരിക്കും. സുറുമയിട്ടവരും രോമമില്ലാത്തവരുമായ സുന്ദരികളുണ്ട്. അവരിലെ യുവത്വം നശിക്കുകയില്ല, വസ്ത്രം ദ്രവിക്കുകയില്ല, മൂത്രമോ കാഷ്ടമോ മ്ലേച്ഛതയോ അവർക്കുണ്ടാവില്ല. ചീർപ്പുകൾ സ്വർണത്തിന്റേതും വിയർപ്പ് കസ്തൂരിയുടേതുമായിരിക്കും. അതിലെ സ്ത്രീകൾ സുന്ദരികളും കന്യകകളും സമപ്രായക്കാരുമായ സൽഗുണകളുമായിരിക്കും. അതിലേക്ക് ആദ്യം പ്രവേശിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു നബിമാരുമാണ്. സ്വർഗവാസികളിൽ ഏറ്റവും കുറഞ്ഞ പദവിയുള്ളവന് ലഭിക്കുന്നത് അവൻ ആഗ്രഹിക്കുന്നതും അതിന്റെ 10 ഇരട്ടിയുമാണ്. അതിലെ സേവകർ വിതറിയ മുത്തുകൾ പോലെ സുന്ദരന്മാരും ശാശ്വതവാസികളുമായ കുട്ടികളാണ്. അതിൽ വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ ദർശിക്കലും അവന്റെ തൃപ്തി നേടലും ശാശ്വതവാസവുമാണ്.